തമിഴ്നാട്ടിൽ ഭരണത്തിലേറിയതിന് പിന്നാലെ കേരള രാഷ്ട്രീയത്തിലും TVKയുടെ വരവ് ചർച്ചയാവുകയാണ്. TVK പാർട്ടി ഘടകം കേരളത്തിലും ആരംഭിക്കുന്നു. വയനാട് വെങ്ങപ്പള്ളിയിലാണ് പാർട്ടിയുടെ ആദ്യ ഘടകം പ്രവർത്തനം തുടങ്ങുന്നത്. IT പ്രൊഫഷണലുകളും ബിരുദധാരികളും അടങ്ങുന്ന കൂട്ടായ്മയാണ് രൂപം കൊള്ളുന്നത്. തലവർ നമുക്ക് എന്താ പറയുക, അവിടെ 108 സീറ്റോട് കൂടി വന്ന ആ സമയത്ത് തന്നെ നമ്മൾ തീരുമാനിച്ചതായിരുന്നു നമുക്കിവിടെ ഒരു വിജയിൻ്റെ ഒരു TVK എന്ന് പറയുന്ന ഒരു ഘടകം നമുക്കിവിടെ കൊണ്ടുവരാൻ എന്നുള്ളൊരു ആശയം നമുക്കുണ്ടായിരുന്നു ഉള്ളിൽ. ഇപ്പോഴും നമ്മളെ വിഷയം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു മെമ്പർഷിപ്പ് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു വിഷയമുണ്ട് നമുക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മെമ്പർഷിപ്പ് കിട്ടിയിട്ട് പ്രാബല്യത്തിലിറങ്ങാം. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് മെമ്പർഷിപ്പ് നമ്മളോട് ചോദിക്കേണ്ടത്, എങ്ങനെയാണ് എടുക്കേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമുക്ക് ഇതിൽ എത്തിപ്പെടാൻ പറ്റുന്നതൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. TVK ഒരു പുതിയൊരു പ്രസ്ഥാനമാണല്ലോ. 2 വർഷം കൊണ്ട് നമ്മൾ വിജയ് ഇങ്ങനെ രൂപീകരിച്ചെടുക്കുകയാണെങ്കിൽ അതുപോലെ ഒരു പുതിയ പ്രസ്ഥാനം കേരളത്തിലേക്കും വരുന്നത് നല്ലതല്ലേ എന്നൊരു ചിന്താശക്തി ഇവിടെയുള്ള യുവാക്കളൊക്കെ ചിന്തിച്ചു. അങ്ങനെ ഒരുപാട് പേര് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദീപക് മോഹനാണ് ചേരുന്നത്. ദീപക്, നേരത്തെ ആം ആദ്മി പാർട്ടി രൂപീകരിച്ച സമയത്ത് നമ്മൾ കേരള ഘടകം കണ്ടതാണ്. ഒരുപാട് പേർ പുതിയ തലമുറയിൽപ്പെട്ടവർ ആം ആദ്മി പാർട്ടിയിൽ എത്തിച്ചേരുന്നത് കണ്ടതാണ്. വിജയ് ജെൻസി ആളുകളെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ IT പ്രൊഫഷണലുകൾ ഉൾപ്പെടെയുള്ളവർ വിജയുടെ പാർട്ടിയിലേക്ക് ആകർഷരാകുന്ന തമിഴ്നാട്ടിൽ നമ്മൾ കണ്ടു. കേരള ഘടകം രൂപീകരിക്കേണ്ടതുണ്ട്. അതിന്റെ രജിസ്ട്രേഷൻ ഉൾപ്പെടെ അത്തരം സാങ്കേതികമായ കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. പാലക്കാടും വയനാട്ടിലും ഒക്കെ വലിയ ആവേശം ഇന്ന് നമ്മൾ വിജയുടെ വിജയത്തിൽ കാണുകയും ചെയ്തിട്ടുണ്ട്, അല്ലേ ദീപക്? വിനീത, അതായത് TVK രൂപീകരിച്ച കാലസമയം മുതൽ തന്നെ വയനാട്ടിലുള്ള യുവാക്കൾക്കിടയിൽ ചില ആളുകളൊക്കെ TVKയിലേക്ക് അംഗത്വം എടുക്കണം എന്നുള്ളൊരു നിലപാടെടുത്തിരുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിലും വെങ്ങപ്പള്ളിയിൽ പ്രത്യേകിച്ച് വയനാട്ടിൽ നിന്ന് TVKയിൽ അംഗത്വം എടുക്കാൻ നിരവധി യുവാക്കൾ തയ്യാറായി വന്നു. എന്നാൽ അവർ പറയുന്നത് അവർക്ക് ആ സമയം TVKയിൽ അംഗത്വം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആരും തന്നെ ബന്ധപ്പെട്ടില്ല. ഏതായാലും ഈ സമയത്ത്, അതായത് ഇന്നിപ്പോൾ വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. ആ സമയത്താണ് 20-ലേറെ വരുന്ന യുവാക്കൾ TVKയിൽ അംഗത്വം എടുക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് യുവാക്കളെ തന്നെയാണ് ലക്ഷ്യമിടുന്നത്. മാത്രമല്ല, യുവാക്കൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇടതും വലതും പലതവണയായി ഭരിക്കുന്നു, യുവാക്കൾ അടക്കമുള്ള ആളുകൾക്ക് പല അവസരങ്ങളും ഇപ്പോഴും ഇല്ല. അത് വിജയിയിലൂടെ ലഭിക്കും എന്നൊരു വിശ്വാസം അവർക്കുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിൽ ഒരു ഘടകത്തിന് അവർ തയ്യാറെടുക്കുന്നത്. 20-ലധികം വരുന്ന യുവാക്കളടങ്ങുന്ന സംഘമാണ് ഇന്ന് വൈകിട്ടോടുകൂടി വലിയ ആഹ്ലാദ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. വിനീത, ശരി, ദീപക് മോഹനാണ് വിശദാംശങ്ങൾ നൽകുന്നത്.